സന്തോഷമാർഗമെന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇവ നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ ഇന്നുള്ള ഈ പദങ്ങളിൽ ഊറ്റം കൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കാണാറുണ്ട്. എൻ്റെ കൈമിടുക്ക് കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങൾ ഉണ്ടായെന്നൊക്കെ അഹങ്കാരത്തിൽ സംസാരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്ക് പല സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്നതായ അറിവുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് ഉപയോഗപ്പെടാറുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത് മറന്നുകൊണ്ടല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതേസമയം നമുക്ക് ലഭിച്ച അറിവുകളെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചാലും നാം അറിവിൽ പൂർണ്ണതയുള്ളവരെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അല്ലേ? മഹാപണ്ഡിതന്മാർ എന്ന് അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത ചിലര് അറിവിൽ കുറഞ്ഞവരെന്ന് സമൂഹം വിധികൽപ്പിച്ചിട്ടുള്ള ചിലരിൽ നിന്ന് ചിലരുടെ മുമ്പിൽ തോറ്റുപോയ ചരിത്രങ്ങളും സംഭവം നമുക്ക് കേട്ടിട്ടുണ്ട്. മഹാപണ്ഡിതരായിരുന്നു. അതേസമയം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഏറ്റവും അറിവ് കുറഞ്ഞ ആളുകളെന്ന് പറയുന്ന ആളുകളിൽ മുമ്പിൽ ഇപ്പോൾ തോറ്റു പോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ വലിയ പണ്ഡിതൻ വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ കടത്തുകാരൻ അക്ഷരാഭ്യാസമില്ലാത്തവനാണ്, സാധുവ മനുഷ്യനാണ്. ഈ പണ്ഡിതന് തൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ദൈർഘ്യം, അതിൻ്റെ വിസ്താരമൊക്കെ വർണ്ണിക്കാനായിട്ട് ഈ പാവപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ചോദിച്ചു. ഇവൻ ചോദിച്ച പല ശാസ്ത്രങ്ങളും തത്വങ്ങളും ഒന്നും ഈ പാവം ഈ കടത്തുകാരന് അറിയില്ലായിരുന്നു. അത് വളരെ നിരാശയോടെ ഇങ്ങനെ എനിക്കറിയില്ല എന്ന് പറയുമ്പോഴും ഈ പണ്ഡിതൻ അഭിമാനിയായിട്ട് ഇവനേക്കാൾക്ക് വളരെ മിടുക്കനാണെന്നുള്ള ചിന്തയോട് ഇങ്ങനെ ഓരോന്ന് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സഞ്ചരിച്ച് ഈ പണ്ഡിതൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചിരുന്ന ആളുകളുടെ തുഴച്ചിലുകാരൻ്റെ തുഴയുടെ ലക്ഷ്യം തെറ്റി അപ്രതീക്ഷിതമായിട്ട് വഞ്ചി ഒരു ചുഴിയിൽപ്പെട്ടു. അപ്പോൾ ഈ വഞ്ചിക്കാരൻ മനസ്സിലായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിപ്പെട്ടി വഞ്ചി മുങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ ഈ പണ്ഡിതനോട് ഇദ്ദേഹം ചോദിച്ചു, അങ്ങ് ഇത്രയും വലിയ പണ്ഡിതനായതുകൊണ്ട് നീന്തോളജിയും എനിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് ഇപ്പോൾ ചാടി രക്ഷപ്പെട്ടുള്ളൂ, വഞ്ചി മുങ്ങാൻ പോവുകയെന്ന് പറഞ്ഞു എന്ന് പറയും. ഈ കടത്തുകാരൻ വഞ്ചി നിർത്തി ചാടി. മറ്റേ പുള്ളിക്ക് അറിവുകളെല്ലാം നേടിയെങ്കിലും നീന്തൽ അറിയില്ലാത്തതിൻ്റെ പേരിൽ വെള്ളത്തിൽ മുങ്ങി ചത്തു എന്നൊക്കെയാണ് കഥയാണല്ലോ. കഥ ചോദ്യമില്ല. അപ്പോൾ നമ്മൾ വലിയ വലിയ അറിവുകളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെക്കാൾ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ചിലരിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഉള്ള അറിവിൽ അഹങ്കരിക്കാതെ ഇനിയും അറിവുകൾ നേടുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കുക, അറിവുകളുടെ പൂർണ്ണത ദൈവത്തിലായതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടും ദോഷങ്ങൾ ഒഴിവാക്കിയും ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മിൽ അറിവുകൾ വളരുവാൻ ദൈവം കൃപ നൽകുവാനിടയായിത്തീരും. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദോഷപ്രവർത്തികൾ ഒഴിവാക്കി ജീവിക്കുക. അപ്പോൾ ദൈവം നമ്മളിൽ അറിവുകൾ വളർത്തുവാനിട വരും. അതുകൊണ്ട് ജ്ഞാനിയാവുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും അവൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ചും ജീവിച്ചുകൊണ്ട് ഞങ്ങളെ വളരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനെ സഹായിക്കട്ടെ. താങ്ക് യു.
മേ ഗോഡ് ബ്ലസ് യു.